അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. ആയിരങ്ങളാണ് ക്യാമ്പുകളിൽ ഹൃദയം നുറങ്ങി കഴിയുന്നത്. ക്യാമ്പുകളിലെ ഓരോരുത്തരെയും മാനസികമായി താങ്ങി നിർത്തുന്നതിന് പിറന്നാൾ ആഘോഷങ്ങളടക്കം സംഘടിപ്പിച്ചു വരുന്നു. വയനാടിനെ പിടിച്ചുകുലുക്കിയ ഉരുൾപൊട്ടലിൽ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ച സർവ്വതും നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. മനസ്സിന് മുറിവേറ്റ് ക്യാമ്പിൽ കഴിയുമ്പോഴും തോറ്റുകൊടുക്കാൻ ഇവരാരും തയ്യാറല്ല. അപ്രതീക്ഷിത ദുരന്തത്തെ ഒരുമിച്ച് തോൽപ്പിക്കുകയാണ് ഇവർ. മേപ്പാടി സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലെ ക്യാമ്പിലാണ് അന്തേവാസിയായ സുധാകരന്റെ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. എൻ്റെ സകല സമ്പാദ്യം നഷ്ടപ്പെട്ടു. അത് മറ്റൊരു വശം. എനിക്ക് ഇത്ര വലിയൊരു സ്വീകരണം ഇവിടെ തന്നതിന് ഇവരെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ 1000 നന്ദി എനിക്ക് പറയാനുണ്ട്. ഞാൻ ജനിച്ചിട്ട് ഇത്ര വർഷമായി. 60ാമത്തെ വർഷത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം, ദുഃഖം ഒരു വശത്തുണ്ട്. എന്നാൽ ഞാൻ ഇതുമാതിരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ ദുഃഖങ്ങളൊക്കെ കുറേ ഈ 1.5 മണിക്കൂർ നേരത്തിന് മറന്നുപോയി. ഞാൻ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഞാൻ അത്ര ഹാപ്പി ആയിപ്പോയി. ക്യാമ്പുകൾ സങ്കടക്കഥകളുടെ ഇടങ്ങളാകാതെ അതിജീവനത്തിന്റെ വേദികളാകാൻ വേണ്ടിയാണ് ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകുന്നവർ പറയുന്നു. അതെ, പെട്ടെന്ന് സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. കുറച്ച് ദിവസമായി ഞങ്ങൾ സ്ഥിരമായിട്ട് നാരായണൻ ചേട്ടനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ വിഷമതകൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു ചേട്ടൻ. എന്നാൽ ഇന്ന് ജന്മദിനമാണെന്ന് അറിഞ്ഞപ്പോൾ ആ വിഷമത്തിൽ നിന്നും കുറച്ച് സമയമെങ്കിലും മാറി നിൽക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നായിരുന്നു ലക്ഷ്യം. അതിന് സാധിച്ചു. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. നഷ്ടപ്പെട്ടു പോയതൊന്നും തിരികെ നൽകാൻ ആകില്ലെങ്കിലും ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്നവരെ ചേർത്തു നിർത്താനുള്ള കൂട്ടായ ശ്രമമാണ് ഇത്തരത്തിൽ ഓരോ ക്യാമ്പുകളിലും നടക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.